ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയൊരു ഗെയിമാണെന്ന് ക്യാപ്ഷൻ കണ്ടാണ്. എന്നാലും ബങ്കർ ബിൽഡർ സിമുലേറ്റർ എന്നാണ് ഗെയിമിൻ്റെ പേര്. ലൈക്ക് ഫുൾ ഗെയിം അല്ല ഇതും പ്രൊലോഗ് തന്നെയാണ്, ലൈക്ക് സാമ്പിൾ വെർഷൻ. അപ്പോൾ നമ്മൾ സാമ്പിൾ വെർഷൻ കളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം മെയിൻ വെർഷൻ വാങ്ങിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആക്കാണ്ട് നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ട്യൂട്ടോറിയൽ ഞാൻ ചെറുതായിട്ട് കളിച്ചു കേട്ടോ. അതിൻ്റെ ട്യൂട്ടോറിയൽ വെറുതെ കളിച്ച് പോസ്റ്റ് ആകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ട്യൂട്ടോറിയൽ ഒന്ന് കളിച്ച് നോക്കി. ട്യൂട്ടോറിയൽ വേണമെങ്കിൽ വീണ്ടും കളിക്കാൻ പറ്റും, പക്ഷെ വേണ്ട, കളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ അങ്ങോട്ട് 2 എപ്പിസോഡ് കണ്ടാൽ പറ്റുക. 2 എപ്പിസോഡ് മീൻസ് ബേസിക്കും ഒന്ന് അഡ്വാൻസ്ഡ്, അങ്ങനെ ഫാക്ടറി സിയോസ് റിക്വസ്റ്റ് യു നീഡ് ടു ഫിനിഷ്. ഇത് ഫസ്റ്റ് തീർത്താലേ അടുത്ത മിഷൻ അൺലോക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ ഞാൻ തീർത്തായിരുന്നു, വെറുതെ കളിച്ചായിരുന്നു. ഇനി ഫോറസ്റ്റ് ബങ്കറാണ്. ഇവിടെ എന്തോ ഒരു ബങ്കർ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. ഗെയിമിൻ്റെ പേര് ബങ്കർ ബിൽഡർ, ഞാൻ പറഞ്ഞല്ലോ. ബങ്കർ ഉണ്ടാക്കലാണ് നമ്മുടെ പണി. അപ്പോൾ എന്തായാലും യു ഹാവ് ബീൻ കമ്മീഷൻ ടു ബിൽഡ് എ സ്മോൾ ബങ്കർ ഇൻ ദ ഫോറസ്റ്റ് which will serve as a shelter in case of danger. The bunker must be large enough to accommodate supplies of food, water and other essential survival items. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കൊന്ന് പരിപാടി. നമുക്കെന്തായാലും ഗെയിം തുടങ്ങാം. അയ്യോ, ഗ്രാഫിക്സ് അൾട്രാ. ഓക്കെ, മാക്സിമം കിടക്കട്ടെ, കത്തില്ലായിരിക്കും. നമുക്കിപ്പോൾ എന്ത് പണിയാണുള്ളത് ഇവിടെ? ബിൽഡ് എ ഫ്ലോറ്, ബിൽഡ് എ വാള്, ബിൽഡ് എ ലാഡർ, പ്ലേസ് എ ലാമ്പ്, പ്ലേസ് എ ബെഡ്, പ്ലേസ് എ ടോയ്ലറ്റ്, പ്ലേസ് എ ഷെൽഫ്. ഓക്കെ, അപ്പം നമുക്ക് കുഴി തുടങ്ങണം ആദ്യം. നമുക്ക് കൈക്കോട്ട് എടുക്കാം. എവിടെ കുത്തിഞ്ഞ എവിടെ വീട്? ഓടുക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. നമുക്കപ്പോൾ വീടിൻ്റെ ഇവിടെ പണിസ്ഥലം, ഇവിടെ കുഴി എത്താൻ പറ്റത്തില്ല. ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇവിടെ അടുപ്പിച്ചേക്കാം. ഇവിടെ കുഴി. ഇതിൻ്റെ അടിഭാഗം കാണില്ലേ? അടിഭാഗം കണ്ട്. ഓക്കെ, നമ്മൾ അതുവരെയാണ് അപ്പോൾ കുഴി എത്തണം. ഒരു ഫ്ലോർ വെക്കാനുള്ള നീളത്തിൽ നമുക്ക് ആദ്യം കുഴി എത്തണം. ഇത് പണിയാണ് കേട്ടോ, ഇത് കുറേ മണ്ണ് വരേണ്ടി വരും. എൻ്റെ പൊന്നോ, ഒരു ഫ്ലോർ വെക്കാന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു സ്ഥലം വേണം. കണ്ടോടത്തൊക്കെ മണ്ണുണ്ട് ഇടാൻ കേട്ടെ. തീരുന്നില്ല കേട്ടോ അത്. ഒരു ഫ്ലോർ എത്ര വലുപ്പം വേണം നോക്കട്ടെ കേട്ടോ ആദ്യം. ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് നോക്കാം. ഓക്കെ, ഇത് കുറച്ച് വലിയ കൈക്കോട്ട് തന്നോടായിരിക്കും. എത്ര വലിയ കുഴി ഞാൻ കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവൻ നടന്നു തരുന്നുണ്ടാ. സ്ക്വയർ ആയിട്ടല്ലേ? സ്ക്വയർ നോക്കട്ടെ. നമുക്ക് പ്ലേസ്മെന്റ് മോഡില് എവിടെ
ആ ബിൽഡിംഗ് പീസസ്. ഓക്കെ, ആദ്യം നമുക്ക് ഫ്ലോറ്. യോ, ഫ്ലോറിനെ കുറച്ചും കൂടി വലുതാക്കണല്ല. എന്താണത് നാത്തയിന്? ഓ, ഇവിടെ അത് കറക്റ്റ് ആവും കേട്ടാ. അത് കുഴപ്പമില്ല, ആ സൈഡ് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ ഇങ്ങനെ എൻ്റെ ഉള്ളതുകൊണ്ട്. അവിടെ മണ്ണും മലയായി. ഒരു ലോറി വിളിച്ചിട്ട് മണ്ണ് വെക്കായിരുന്നു, ഒരു ലോഡ്. ആ, അപ്പുറത്തും കുഴി പോയി. ആ കുഴപ്പമില്ല, കാണില്ല അപ്പുറത്തേക്ക്. അവന് വീണു പോയാലും അറിയില്ല. എന്തൊക്കെ പണിയല്ലേ നമ്മൾ എടുക്കുന്നത്. കുറച്ചൊന്നും എടുക്കട്ടെ. എന്ത് പെട്ടെന്നത്? ഇനി തുറക്കാൻ പറ്റും. ചേടാ, വേറെ അങ്ങോട്ട്. ഇതിന് വെക്കാൻ പറ്റില്ല, ആയിട്ടില്ലെന്ന് തോന്നുന്നു. ആ, കുറച്ചും കൂടെ. എടാ, ആ ഈ ആവി. ഹാ, സെറ്റ്. അങ്ങനെ ഫ്ലോർ ഉണ്ടാക്കി. ഫ്ലോർ ഉണ്ടാക്കിയതിൽ ഫ്ലോറിൽ നമുക്ക് ആദ്യം ഇതുണ്ടോ, എന്താ പറയുക, ഫ്ലാഗ്. ഓ, അതിന് നമുക്ക് ആദ്യം സാധനം ഓർഡർ ചെയ്യണം. ഇത് വേണം, ഇത് വേണ്ടി വരും, ഇത് വേണ്ടി വരും, എല്ലാം വരട്ടെ. സാധനം ആവശ്യമുണ്ട് നമുക്ക്. അതും കുറ്റിയടിക്കൽ. അതില്ലേ 4 ബ്ലാങ്ക് വേണോ? അയ്യോ, രണ്ടെണ്ണായി. ഒരു പീസ്. ഒരു ബങ്കറൊക്കെ ഉണ്ടായിക്കോ, വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ബങ്കർ ഉണ്ടാക്കാൻ. ഞാൻ വരില്ല എന്നപ്പം തന്നെ പറയാം. പിന്നെന്താ വേണ്ടേ? റിക്വയർഡ് ഹാമർ. ഓക്കെ, ഓ സിമെന്റ് സിമെന്റ് സിമെന്റ്. ചൂടാ, 8 ബാഗ് സിമെന്റ് വേണോ? 1 2 3 4 5 6. ഓക്കെ, മിക്സർ ഈസ് വർക്കിംഗ്. ആ, സിമെന്റ് ഒഴിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ ബക്കറ്റ് വേണമല്ലോ. ആ, ബക്കറ്റ് ഉണ്ട്. ഓ, 2 ബക്കറ്റ് വേണം. ഓക്കെ, ഒരു ബക്കറ്റും കൂടെ എടുത്തിട്ട്. ഞാൻ ആ സിമെന്റ് എവിടെ പോയിന്ന്. ഓക്കെ,
അപ്പോൾ ഫ്ലോർ റെഡി. ഇനി 4 വോള്. 4 വോൾ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് വാൾ ആയിരിക്കും. ഓക്കെ, വോൾ റെഡി. ഈ വോളിലേക്ക് എന്താ സ്റ്റീൽ ബീം. 6 ബീമാ. 1 2 3 4. ഓ, ഇനിയും വേണം, എപ്പുറത്തേനും വേണം അങ്ങനെ. ആറെണ്ണം കൂടി വേണം. 1 2 3 4. 6 തോന്നുന്നുണ്ട്. ഷൂ ഇവിടക്കും വേണം. ആറ് ബീം ഇങ്ങോട്ടും വേണം. അപ്പോൾ കാശ് കുറേ പോകുന്നുണ്ട്. ബാക്കിയുണ്ടാ? 1 2 3 4 5 6. ആ കറക്റ്റ്. അയ്യോ, ഞാനെങ്ങനെ പുറത്തിറങ്ങും നീ? അതൊരു വെൽഡ് ചെയ്യാ. ഏതാ വീടല്ലേ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. ഹലോ, ആരുണ്ടോ? റിക്വയർഡ് കട്ട് പ്ലാങ്ക്. യോ, ഓ വെയിറ്റ് ചെയ്യേ. അല്ല പിന്നെ പോസ്റ്റർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആറെണ്ണം. ഇനിയൊരു 2. ഒരെണ്ണം കൂടി കട്ട് ചെയ്താൽ കറക്റ്റാവും. എല്ലാത്തിനും വേണമാണോ? എല്ലാത്തിനും വേണ്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എല്ലാത്തിനും വേണം. ഇത് കുറേ വാങ്ങിക്കണം. 6 12 18 വേണം. 1 2 3 4 5 6 7 8 9 10.
അങ്ങനെ പറ്റില്ല കേട്ടോ, നിലത്തരേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കയ്യിൽ നിന്ന് എടുക്കാം. സ്വിച്ച് മറ്റേ എപ്പം നെറ്റ് നോക്കിയിട്ട് എന്താ ബ്ലേഡ് മോർച്ചല്ലേ. ഒരു പീസ് മിസ്സിങ് ആണല്ലോ. ഇനിയെന്താ ബക്കറ്റ് സിമെന്റ്. സിമെന്റ് കഴിഞ്ഞ് അടുത്തത് ഇനി സിമെന്റ് വാങ്ങിക്കണം. അപ്പോൾ സിമെന്റ് കഴിഞ്ഞ് സിമെന്റിന് എത്ര സിമെന്റ്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടി? ഒരു ഓളം കൂടി പണിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. സെറ്റ്. ബക്കറ്റ് ഈസ് ഫുള്ള് രണ്ടായിട്ട് റിസോഴ്സാ. ആര് പറഞ്ഞു എവിടെയാണെന്ന്? ഓക്കെ സെറ്റ്. അങ്ങനെ 4 വോളിൻ്റെ പണി കഴിഞ്ഞ്. ഇനി ബിൽഡ് ലാഡറാണ് ബിൽഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ലാഡർ ഇതാണ് ലാഡർ, കോൺക്രീറ്റ് ലാഡർ. റൊട്ടേറ്റ് ചെയ്യണോ? ഓക്കെ ഇതാണ് കറക്റ്റ്. ഓക്കെ സെറ്റ്. ഇവിടുന്ന് എൻട്രൻസ്. ഇനി എന്താ വേണ്ടി? സ്റ്റീൽ ബീം 5 എണ്ണം. എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല, 3 വേണം. ഇനിയെന്താ? വെൽഡർ. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് കുഴപ്പമില്ല. കട്ട് പ്ലാങ്ക് അത് വാങ്ങിക്കണം. അടുത്ത അപ്പോൾ ഇതിനെക്കാട്ടി വലുതുണ്ടാക്കാനാവും കേട്ടോ. കായം തന്നെ പാർട്സൊക്കെ മുറിച്ചേക്കണം. അടുത്ത വീഡിയോ ഒരു എപ്പിസോഡ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയട്ടെ. ഇത് ലൈക്ക് ഇതിന് വേറെ കുറേ ഐറ്റംസ് ഉണ്ടാവും. മെനു കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് കുറേ ഇഷ്ടംപോലെ ഐറ്റംസ് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു എത്ര ലൈക്ക് ടാർഗറ്റ് വെക്കണം? ഒരു 300 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗെയിം പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഫുൾ വെർഷൻ. എന്താ ഇതെന്താ ഇതിനകത്ത് ഞാൻ ഇടാൻ പറ്റുമോ? അകത്ത് പോയി കളഞ്ഞത്. സെറ്റ്. പുല്ലൊക്കെ വിളിച്ചിരിക്കുന്നത്. പിന്നെന്തായിരുന്നു? പ്ലേസ് ലാമ്പ്. ചെറുപ്പം മതി.
സ്ക്രൂ ഡ്രൈവർ. ലൈറ്റിനൊക്കെ സ്ക്രൂ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ. ഓ ഫിറ്റിംഗ് ആണ്, ഫിറ്റിംഗ് ഉള്ളിയാണ്. കറണ്ട് എവിടെ നിന്നാണ് അവിടുത്തെ? ഇനി പ്ലേസ് ബെഡ് എവിടെ? ബങ്കറിന്റെ അകത്ത് നിന്ന് ഇങ്ങനത്തെ സെറ്റപ്പ് ഇടുന്ന ഒരു മണ്ടനാവും. നമുക്ക് 2 കട്ടലിൽ എടുക്കാം. 2 ആൾക്കാരുണ്ടെങ്കിൽ കിടക്കാൻ പോവല്ലോ. ഇതെങ്ങനെ അവിടെ ഇരിക്കട്ടെ. കട്ടില അപ്പുറത്ത് പോയേ. ഓക്കെ സെറ്റ്. അയ്യോ പുറത്തുണ്ട്. ഓക്കെ അത് സെറ്റായി. ഓ ഇനി ടോയ്ലറ്റ്. ടോയ്ലറ്റ് കാണുന്നില്ല. ആ ഇവിടെ ഇരിക്കുന്ന ടോയ്ലറ്റ് അടക്കം. ടോയ്ലറ്റ് ഇതൊക്കെ ഒരു റൂമിലായ എങ്ങനെ മനസ്സിലായി? എല്ലാവരല്ല അവര് അത്രയും അവസ്ഥയിലാവും ബങ്കറിലൊക്കെ ഒന്ന് താമസിക്കുക. പ്രശ്നം വരുമ്പോ അപ്പോഴല്ലേ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി എന്താ വേണ്ടത്? ആ ടോയ്ലറ്റ് കഴിഞ്ഞു. ഇനി ഷെൽഫ് എവിടെ? ഷവർ എല്ലാം ഉണ്ട് കേട്ടാ. ചുറ്റിയേ. ആ എന്ത് ഇങ്ങനെയൊക്കെ? സ്ക്രൂ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ഇല്ലേ? ചെറുത് തന്നെ വാങ്ങിയത്. ഇനി എന്താ? പ്ലേസ് ഓഫ് ഫുഡാ? വെള്ളം വേണം. വെള്ളം ഇമ്പോർട്ടൻറ്റ്. വേറെ റൈസ് ആയിക്കോട്ടെ. 15 മുട്ടായ സാധനം കഴിഞ്ഞി. ഇതിന്റെ ഭാഗം എന്തേലും ചിപ്സ്, ചിപ്പീസ്, മീറ്റ് ബോൾസ് ഇരിക്കട്ടെ. അത് വെച്ചപ്പോ എന്താ എണ്ണം കുറഞ്ഞത്? ഓക്കെ അപ്പൊ പണി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബങ്കർ. പിന്നെ ഒരു ബാക്കി മണ്ണെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യോ അവിടെ കുഴിയായി. ഓക്കെ അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു. എത്ര കിട്ടി? 2800 കിട്ടി കേട്ടോ. അതിന്റെ അത്രേ ഉള്ളൂ പണി. ഇതിപ്പോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. എനിക്കോണ് ഫുൾ ഗെയിം വാങ്ങിയാൽ ഇത് ഡോറോട് നിന്ന് പുറത്ത് പോയി നമുക്ക് പുറത്ത് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഡീബഗ് മോഡ് നോ സിഗ്നൽ. ഇതാണ് ബേർഡ്. എൻ്റെ ഇത് വണ്ടി ഓടിയ എന്തോ ആണ്. ഇതാണ് ബേർഡ്.
ഇവിടെ റൂമുണ്ട്. ആ ഈ കട്ടിലല്ലേ ഞാൻ ബങ്കറിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ നോക്കിയപ്പോണ്ട്. ആ ഇവിടുത്തെ കട്ടിൽ നൈസായിട്ട് അങ്ങോട്ട് ഇടാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു ചേട്ടാ. വലിയ ബങ്കറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നു വലുതായിരിക്കും മിക്കവാറും. അടുത്തതിൻ്റെ പേര് ഫാക്ടറി സിഒ റിക്വസ്റ്റ്. ആളെ റിക്വസ്റ്റിൽ എന്തോ ഉണ്ടാക്കുന്ന ബങ്കറാണ്. ആള് ഫാക്ടറി സിഇഒക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്തോ ബങ്കറാണ്. 6000 കിട്ടും. അപ്പോൾ അത്യാവശ്യം അത് വലുത് തന്നെ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട പറ, അത് ചെയ്യാം നമുക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.